ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരത്തിൽ വിവാദം. മുഖ്യമന്ത്രിയെയും ഇടതു സർക്കാരിനെയും പ്രകീർത്തിക്കുന്ന ചോദ്യങ്ങളെന്ന പരാതി. സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന നേട്ടം കേരളം കൈവരിച്ച വർഷം ഏതാണ്? ആ ചോദ്യങ്ങൾ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എളുപ്പമായിരുന്നോ? കുറച്ച് ടഫായിരുന്നു, കുറച്ച് എളുപ്പമായിരുന്നു. അപ്പൊ അതിനെ എളുപ്പമാക്കാനുള്ള വഴി എന്താണ്? ന്യൂസ് പേപ്പർ റീഡിംഗ്. പാലക്കാട് BM സ്കൂളിൽ നടന്ന ക്വിസ് മത്സരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ചോദ്യാവലിയാണ് എന്ന വിമർശനമാണ് വിവാദത്തിന് കാരണമായത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആര്, കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയത് എത്ര രൂപയാണ് തുടങ്ങിയവയായിരുന്നു ചോദ്യങ്ങൾ. CPM മുഖ്യമന്ത്രിയായിരുന്ന EMSനെയും നായനാരിനെയും കുറിച്ചും ചോദ്യങ്ങളുണ്ടായി. സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ച വർഷം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഏതാണ് തുടങ്ങിയ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന ചോദ്യങ്ങളാണ് വിവാദമായത്. അതേസമയം കേരളത്തിലെ പദ്ധതികളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതായി കുട്ടികൾ പറഞ്ഞു. എൻ്റെ പേര് ഹംസ ഫയാസ്. ക്വിസ് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ടഫായിരുന്നു. എന്നാൽ ന്യൂസ് പേപ്പർ വായിച്ചാൽ മനസ്സിലാവും എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇതുകൊണ്ട് മനസ്സിലായത് കേരളത്തിൽ ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലാണ്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുഴപ്പമില്ലാത്ത ക്വിസായിരുന്നു. സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളല്ല, എന്നാലും കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് അഗ്നലോ ജോയൽ. ഞാനിവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ ക്വിസ് പ്രോഗ്രാം വളരെ നന്നായിരുന്നു. കുറേ അറിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ പുതിയ പദ്ധതികളെ പറ്റി, ചീഫ് മിനിസ്റ്ററിൻ്റെ ഓരോ പരിപാടികളെ പറ്റി, ഇതിനൊക്കെ പറ്റി അറിയാൻ പറ്റി. ഞങ്ങൾക്ക് അറിയാത്ത കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ പേര് അനഞ്ജയ്. ക്വിസ് പ്രോഗ്രാം കുഴപ്പമില്ല, സിമ്പിളായിരുന്നു. കുറച്ച് ടഫും കുറച്ച് സിമ്പിളായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ എപ്പോഴും വായിക്കണം അറിവ് കിട്ടി. ക്വിസ് മത്സരം നല്ലതായിരുന്നു. കുറേയൊക്കെ എഴുതാൻ പറ്റി. കുറച്ച് ടഫൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ന്യൂസ് പേപ്പറിനാണ് വന്നെന്ന് എനിക്ക് തോന്നി. ന്യൂസ് പേപ്പർ വായിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നല്ല ഒരു ക്വിസ് തന്നെയായിരുന്നു. കുറേ തെറ്റൊക്കെ ഉണ്ടാവും, എന്നാലും കുറേ മനസ്സിലാക്കാൻ പറ്റി. UTV ന്യൂസ്, പാലക്കാട്.